ഗായ്സ്, വെൽക്കം ടു മൈ ഫ്ലേവർ ഫ്യൂഷൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോഴിയും കുമ്പളങ്ങയും ആയിട്ടാണ്. പാലക്കാടുകാരുടെ ഒരു മെയിൻ ഡിഷായിട്ട് തന്നെ പറയാം. ഇന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ടൊരു പാത്രത്തിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് എണ്ണ ചൂടാവേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കിട്ടുമ്പോഴേക്കും നമുക്ക് ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചിട്ടത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കിയ ശേഷം ചതച്ച് വെച്ച ചെറിയുള്ളിയാണ് ഇടുന്നത്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് 4 കീറിയ 2 പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പച്ചമുളക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പിടാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്, ചെറുതായിട്ട് അരിഞ്ഞത്. അതും കൂടി ഒന്ന് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വെന്ത് വരാനായിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ച് വയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം അടച്ച് വെച്ച് തുറന്ന് നോക്കുമ്പോൾ തക്കാളി എല്ലാം സോഫ്റ്റായിട്ടുണ്ടാവും. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയാണ് ഇടുന്നത്. നമ്മൾ ഓൾറെഡി പച്ചമുളകും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവനവൻ്റെ എരിവിനനുസരിച്ച് മാത്രം ഇട്ടാൽ മതിയാവും കേട്ടോ. എന്നിട്ട് 1 സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ്, ചെറിയ ജീരകം പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയുടെ മണമൊക്കെ ആ കുത്തലൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ മസാലയുടെ ആ കുത്തലൊക്കെ മാറി ഒന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് 1/2 കപ്പ് നല്ല ചൂട് വെള്ളമാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളമൊക്കെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 650 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബോണോടുകൂടി തന്നെ എടുക്കണം, അതാണ് ഒരു ടേസ്റ്റ്. നമ്മൾ കറിക്ക് ബോണോടുകൂടി ഇടുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഇനി ചിക്കനിലെ മസാലയൊക്കെ എല്ലാവിടെയും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ചിക്കൻ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ചിക്കനിൽ ആ വെള്ളമൊക്കെ ഇറങ്ങുന്നവരെ നന്നായി അടച്ചൊന്ന് വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, ഇളക്കി കൊടുക്കാതിരിക്കുക. ചിക്കനൊക്കെ ഒരു പാതി വേവായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ കട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് വലിയ പീസുകളായിട്ടാണ്, വലുപ്പത്തിലുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി കുമ്പളങ്ങ ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ചിക്കനും കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തട്ടി സെറ്റായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വേവണം. അതിനുവേണ്ടി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കനിലെയും കുമ്പളങ്ങയൊക്കെ വെള്ളം ഒന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 മൂടി തേങ്ങ ഞാൻ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഇതാ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറുകുന്ന വരെ തിളയ്ക്കട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കറി താളിച്ചൊഴിക്കാം. താളിക്കാനായിട്ട് വേറൊരു പാത്രത്തിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഒന്ന് ചതച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് കറിയിലോട്ട് താളിപ്പൊഴിക്കാം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കോഴിയും കുമ്പളങ്ങയും റെഡി ആയിട്ടുണ്ട്. പാലക്കാടിലൊക്കെ കല്യാണത്തിൻ്റെ തലേന്ന് ഈ കോഴിയും കുമ്പളങ്ങയാണ് സെർവ് ചെയ്യാറ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.